യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 20 വാക്യം. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 15 അധ്യായം 26 മുതൽ 16 അധ്യായം 4 വരെയുള്ള തിരുവചനങ്ങളാണ്. ക്രിസ്തു ഈ ലോകത്തെ വിട്ടു പോകുന്നതിന് മുൻപ് ശിഷ്യർക്കു നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക. ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ സഹായകൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വഴികാട്ടിയാണ്, ആശ്വാസകനാണ്, സഹായകനാണ്, സുഹൃത്താണ്, നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന അരൂപിയാണ്. ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു മനുഷ്യനെ നന്മ ചെയ്യുവാൻ സഹായിക്കുന്നത്, അപരൻ്റെ നന്മ പ്രതീക്ഷിക്കുവാൻ ഉപകാരമാകുന്നത് സ്വാതന്ത്ര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 32 വാക്യത്തിൽ നാം വായിക്കുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സത്യം പിതാവായ ദൈവമാണ്, പുത്രനായ ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവായ ദൈവമാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് ഇപ്രകാരം പറയുന്നു, മറ്റ് സൃഷ്ടികളിൽ നിന്നും ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് 2 പ്രത്യേകതകളാണ്. ഒന്ന്, നന്മ തിന്മ തിരിച്ചറിയുവാനുള്ള അവൻ്റെ ബുദ്ധി അല്ലെങ്കിൽ വിവേചനാശക്തി. 2, നന്മ തിരഞ്ഞെടുക്കുവാനുള്ള, നന്മ ചെയ്യുവാനുള്ള അവൻ്റെ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം നാം ശരിയായി ഉപയോഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. ബുദ്ധിമുട്ടേറിയ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ നമ്മുടെ ജീവിത വഴിത്താരകളിൽ നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാൻ, നേരായ പാതയിൽ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സാധിക്കുകയുള്ളൂ. കാരണം ക്രിസ്തുനാഥൻ യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നൽകിയ സഹായകൻ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 3 അധ്യായം 17 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങളോട് നാം എത്രത്തോളം അനുസരണയുള്ളവരാണോ അത്രത്തോളം നമ്മുടെ ആത്മാവ് സ്വാതന്ത്ര്യത്തിൽ വളരും. ജീവിതത്തിൽ ഒരു തടസ്സവുമില്ലാതെ നിരന്തരം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നന്മ ചെയ്യുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. ലോകമാസകലമുള്ള എല്ലാ വിശുദ്ധർക്കും ഇത് സാധിച്ചത് ദൈവാത്മാവ് ഉള്ളിലുള്ളതുകൊണ്ടാണ്. ആയതിനാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം. അപ്രകാരം ഒരു തടസ്സവും പ്രതിബന്ധവും കൂടാതെ നിരന്തരം നന്മ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.